ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പിക്കപ്പ് കാർഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് മറ്റ് ആളുകൾ പറഞ്ഞ് നടക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ കാഴ്ചപ്പാടിൽ അവരെന്താണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം ഗോസിപ്സാണ് പറഞ്ഞ് പരത്തുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്നത്. ഇവിടെ ഗോസിപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റിയലായിട്ടുള്ള നിങ്ങളെ അല്ല ഇവിടെ പറയുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നെഗറ്റിവിറ്റി ഈ ഒരു റീഡിങ്ങിൽ കയറി വന്നാലും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അത്രയും ശക്തമായതുകൊണ്ടാണ് അവരത്രത്തോളം നെഗറ്റിവിറ്റി പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം ഒരു വെളിച്ചത്തിനെ ഒരിക്കലും അത് വലിയ രീതിയിൽ കത്താൻ നമ്മുടെ ചുറ്റിനുമുള്ളവർ സമ്മതിക്കില്ല. മറിച്ച് അതിനെ എപ്പോഴായാലും ഊതിക്കെടുത്താൻ വേണ്ടിയിട്ടേ ചുറ്റിനുമുള്ള ആളുകൾ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എത്ര നെഗറ്റിവിറ്റി കാർഡ് റീഡിങ്ങിൽ വരുന്നോ അവിടെ മനസ്സിലാക്കണം, നിങ്ങൾ അത്രയും പവർഫുള്ളാണ്. അല്ലെങ്കിൽ ബ്യൂട്ടി വൈസ് ആണെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസിൻ്റെ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ടാക്ടിക്സ് ഇൻ്റലിജൻസ് എല്ലാം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങളുടെ ഗോൾസ് മാനിഫെസ്റ്റേഷൻസ് നേടിയെടുക്കാനായാലും യു ആർ സൂപ്പർ വെരി അട്രാക്റ്റീവ് എന്നുള്ള രീതിയിൽ വളരെ പവർഫുൾ ആയതുകൊണ്ടാണ് ചുറ്റിനുമുള്ള ആളുകൾ ഇത്രയും നെഗറ്റീവായിട്ട് ഉള്ള രീതിയിൽ ഗോസിപ്സ് പറയുന്നതും അല്ലെങ്കിൽ അവർ കാണുന്നതും. അപ്പോൾ ഒരുപാട് എനർജി ഇതിൽ കയറി വരും. അപ്പോൾ എല്ലാം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്ത് എടുക്കരുത്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യം മാത്രമേ ഇവിടെ നിങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 2 ബ്രേസ്ലെറ്റ് ആ ടൈപ്പാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളർ, അതായത് ബ്ലാക്ക് തെർമോളിൻ്റെ ബ്രേസ്ലെറ്റാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ അല്ലെങ്കിൽ ലാപ്പിസ് ലസൂലിയുടെ ഒരു ബ്രേസ്ലെറ്റാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് എന്ന് പറയുന്നത് പൈൽ 1 ആയിട്ട് എടുത്തിരിക്കുകയാണ്. ബ്ലൂ കളർ എന്ന് പറയുന്നത് പൈൽ 2 ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഒരു അല്പനേരം കണ്ണടച്ച് വെച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഏത് ബ്രേസ്ലെറ്റാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൈൽ സെലക്ട് ചെയ്യുക. അപ്പോൾ പൈൽ 1 എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ബ്ലാക്ക് തെർമോളിൻ ബ്രേസ്ലെറ്റ്, പൈൽ 2 എന്ന് പറയുന്നത് ലാപ്പിസ് ലസൂലി അല്ലെങ്കിൽ ബ്ലൂ കളർ ബ്രേസ്ലെറ്റ്. അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യം ബ്ലാക്ക് കളർ ബ്രേസ്ലെറ്റ് ചൂസ് ചെയ്തവരുടെ റീഡിങ്.
ഇവിടെ പൈൽ വൺ ചൂസ് ചെയ്ത് ബ്ലാക്ക് ടെർമോളിൻ ചൂസ് ചെയ്ത് പൈൽ വൺകാരുടെ കാർഡ്സ് സ്പ്രെഡായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഓവറോൾ എനിക്ക് കിട്ടിയൊരു എനർജി എന്ന് പറഞ്ഞാൽ പൈൽ വൺ ചൂസ് ചെയ്ത ആളുകളുടെ ലൈഫ് വളരെ പോസിറ്റീവായിട്ട്, അതായത് എൻ്റെ ആ ഒരു ഹാർഡ് വർക്കിലൂടെ പ്രയത്നത്തിലൂടെ എനിക്ക് ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു അപ്രോച്ചിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിനെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടിയത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു എനർജിയാണിത്. കാരണമെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് പക്ഷേ ഗോസിപ്സ് പറഞ്ഞ് നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ വളരെ പിശുക്കരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ എനർജി, അതായത് സ്നേഹമായാലും അവരുടെ സമയമാണെങ്കിലും അവർ കെയറിങ് ആണെങ്കിലും, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു കരവിരുതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ അവരെ കുറച്ച് നേരം അവരുടെ പരിധിയിൽ വരുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അതിന് കിട്ടത്തില്ല. അതാണ് ആ ഗോസിപ്സ് പറഞ്ഞു പരത്തുന്നത്. അത് പല രീതിയിൽ കാശ് ചിലവാക്കത്തില്ല, അല്ലെങ്കിൽ എപ്പോഴും ജോലി ജോലി ജോലി, അല്ലെങ്കിൽ സമ്പാദിക്കണം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ എപ്പോഴും യാത്ര അല്ലെങ്കിൽ തിരക്ക്, നമുക്ക് വേണ്ടി ഒന്നിനും ഒരു സമയവും മാറ്റി വയ്ക്കത്തില്ല, അപ്പോൾ സ്നേഹമില്ല എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മുരട് പിടിച്ച ഒരു സ്വഭാവം ആണ് എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫയൽ സെലക്ട് ചെയ്ത ആളുകൾ വളരെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. കാരണം അവർക്ക് ജീവിതത്തിൽ സങ്കടപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അവരെപ്പോഴൊക്കെയോ ജീവിതത്തിൽ നിന്നുപോയി അല്ലെങ്കിൽ വീണുപോയ സാഹചര്യത്തിൽ അവരെ ഒന്ന് കൈപിടിച്ചുയർത്താനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നല്ല ഒപ്പീനിയൻ പറഞ്ഞു കൊടുക്കാനോ ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് അവർ ജീവിതത്തിൽ വളരെ സങ്കടപ്പെട്ട് നിന്നു പോയപ്പോൾ ആരും ഇല്ലാതെ ആ വേദനയിൽ ആ തീക്കനലിൽ ചവിട്ടി നിന്നുകൊണ്ട് അവർ ജീവിതത്തിന് പുതിയ ഒരു വെളിച്ചം പോലെ രീതിയിൽ ഒരു പുതിയ ജീവിതം പോലെ കണ്ടുകൊണ്ട് അവർ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള ആ ഒരു രീതിയിൽ ഓരോ കരുക്കൾ നീക്കിക്കൊണ്ട് ജീവിതത്തിനെ വളരെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ വളരെ ശോഭനമാക്കി കണ്ടുകൊണ്ട് എനിക്കെല്ലാം നേടാൻ സാധിക്കും. ഇതെല്ലാം ഇരിക്കുന്നത് എൻ്റെ കൈകളിലാണ്. ആ ക്രിയേറ്റീവ് ഐഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്നുള്ള റിയലൈസേഷൻ എത്തിയിട്ട് അവർ മുന്നോട്ട് സഞ്ചരിച്ചവരായതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു വാക്കിലോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ ഒന്നും അവർ വീണു കൊടുക്കില്ല. അവരെപ്പോഴും വളരെ ബിസി ലൈഫായിട്ട് അവർ മുന്നോട്ട് തന്നെ സഞ്ചരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ വ്യക്തികളോടും അവർ കാണുന്നവർ, അവരുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന് പറയുന്ന എല്ലാ ആളുകളോടും അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്നേഹം കരകവിഞ്ഞ് ഒഴുകുന്നൊരു രീതിയാണ്. പക്ഷേ അവരിത്രയും അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോയതുകൊണ്ട് ഒരിക്കലും അവർ പുറത്ത് കാണിക്കില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കും, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. എന്നാലും ഞാൻ എപ്പോഴും എന്നിൽ മാത്രം ഫോക്കസ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ ബാലൻസ്ഡ് ആണ്. അവരുടെ ജീവിതത്തിലെല്ലാം ഉണ്ട്. ഫാമിലി അല്ലെങ്കിൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്ന് തകർന്നു പോയി എന്ന് വിചാരിച്ചാൽ അവരൊരിക്കലും തകരില്ല. കാരണം അവർ മനസ്സുകൊണ്ട് അവരിങ്ങനെ എപ്പോഴും വളരെ ഹാർഡ് വർക്കിംഗ് സ്മാർട്ട് വർക്കിംഗ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അവരെപ്പോഴും അവരുടെ മനസ്സ് അവരോട് തന്നെ പറയുന്നത് ഐ ആം അബണ്ടൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ യൂണിവേഴ്സൽ രീതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എത്ര വലിയ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുത്താലും അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ശരിയാവും, ഇതും അങ്ങ് കടന്നു പോകും, അത് കഴിയുമ്പോൾ ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള രീതിയിൽ അവരെപ്പോഴും വളരെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ചുറ്റിന് നിൽക്കുന്ന ആളുകൾ നിങ്ങളെ അവരുടെ രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് പല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ അവർക്ക് വേണ്ടിയിട്ട് പണം ഒഴുക്കണം അല്ലെങ്കിൽ സമയം കൊടുക്കണം അല്ലെങ്കിൽ കെയറിങ് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലും നിങ്ങളെ അവരുടെ ആ ഒരു പരിധിയിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ ഇവിടെ ഒരു എംബറസ് മോഡൽ ഒരു മഹാറാണി, അതിപ്പം ഇവിടെ കാർഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല. ആരായാലും മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, പണമുണ്ട്,
അല്ലെങ്കിൽ പ്രശസ്തിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോലി എടുത്താലും തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ആ ഒരു കരവിരുത് നിങ്ങളിലുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസിൽ നിന്ന് കുറച്ച് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല അഡ്വഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളുടെ മുന്നിൽ കൊണ്ടിട്ടാൽ അവരവരുടെ ജോലിയിൽ നിന്ന് കുറച്ചൊന്ന് മാറി അവിടെ ഒരു ഡബിൾ എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വളർച്ചയെ നമുക്ക് താഴേക്ക് പിടിച്ച് വലിക്കാമെന്നുള്ള രീതിയിൽ ചുറ്റിനും പല ആളുകളും ഉണ്ടാവും. പക്ഷേ അവരെപ്പോഴും വളരെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി കണ്ണ് കെട്ടി വെച്ച് രണ്ട് വാളും വളരെ ക്രോസ് ആയിട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്ത് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾ അവരിലൊന്നും നിങ്ങളുടെ സമയമോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയോ സ്പെൻഡ് ചെയ്ത് കളയാറില്ല. ബിക്കോസ് ഇവിടെ നമുക്ക് യൂട്യൂബിൻ്റെ ഇതിൽ നമുക്ക് കാർഡിൽ ഉള്ളത് പലതും കാണിക്കാൻ എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതെനിക്ക് കിട്ടിയത് സ്റ്റാർ കാർഡാണ്. നിങ്ങളൊരു സ്റ്റാറാണ്. അതുമാത്രമല്ല പെൻറ്റക്കിൾസ് എനർജി ഒരു യൂത്ത്ഫുൾ എനർജിയിൽ നിന്നുകൊണ്ട് ഇനി എന്താ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എനർജി വൈസ് പോകുന്നതുകൊണ്ട് നിങ്ങളുടെ ചുറ്റിനുള്ള നിൽക്കുന്ന ആളുകൾക്കെല്ലാം നിങ്ങളുടെ ആ ഒരു സ്റ്റാർ ക്വാളിറ്റിയിൽ ഭയങ്കര അധികം ആ ഒരു നെഗറ്റിവിറ്റി ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പറഞ്ഞു നടക്കുന്നത് നിങ്ങളെ ഒന്നിനും കിട്ടത്തില്ല. അവരെപ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നേടിയെടുത്തൊരു പടക്കുതിരയെ കൊണ്ട് ഇങ്ങനെ ഓടുന്നത് പോലെ അവരവരിൽ മാത്രം ഫോക്കസ്ഡ് ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ആര് വന്നാലും കറക്റ്റായിട്ടുള്ള തീരുമാനമെടുത്ത് അവരുടെ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ടൊന്നും നിൽക്കാതെ എൻ്റെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് കളയാതെ ഒക്കെ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കാര്യത്തിന് അങ്ങോട്ട് ചെന്ന് എന്ത് പറഞ്ഞാലും അവരതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവരെല്ലാം ഒന്ന് പറഞ്ഞ് കേട്ട് അങ്ങ് പോകുമെന്നല്ലാതെ നമ്മൾ ആരാ അല്ലെങ്കിൽ അവരുമായിട്ട് എത്ര അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധമാണ് എന്നൊന്നും വിലയിരുത്താതെ അവരവരുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പോവുക എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അതിലൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. യു ആർ അൺസ്റ്റോപ്പബിൾ. ആരാലും നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം യുവർ എനർജി എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളാണ്, പോസിറ്റീവാണ്. അപ്പോൾ ഇതെല്ലാം ചുറ്റും എന്ത് കാര്യങ്ങൾ നടന്നാലും നിങ്ങളുടെ ആ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ വളരെയധികം ഫോക്കസ്ഡ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും യൂണിവേഴ്സൽ ഫോഴ്സിനെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള എനർജി വാമ്പയേഴ്സ് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഏസ് ഓഫ് കപ്സ് പോലെ നമ്മുടെ ഉള്ളിൽ മാത്രം ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ കെയറിങ് അല്ലെങ്കിൽ ആ ഒരു സമയം ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു റിയലൈസേഷൻ പോലെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എപ്പോഴും വളരെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ കൺഫർമേഷൻ ആ ഒരു രീതിയിലൊന്നും നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളുടെ എനർജിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുക. ഇവിടെ ഞാൻ എടുത്ത കാർഡിൽ ഓവറോൾ വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്കാണ് നിങ്ങളുടെ നോട്ടം. ഞാനിവിടെ എന്തൊക്കെയോ സീഡ്സ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കിളിർത്ത് ഒരു വലിയ വടവൃക്ഷമായിട്ട് എൻ്റെ മുന്നിൽ ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അതൊരു വലിയ ഒരു വളർച്ചയായിട്ട് അതേത് രീതിയിലാണെങ്കിലും പണമായാലും ധനമായാലും അല്ലെങ്കിൽ നമ്മൾ വീട് കാറ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്ട്സ് ഏത് രീതിയിലാണെങ്കിലും ആ ഒരു രീതിയിലെല്ലാം നമ്മളുടെ ആ ഒരു നോട്ടം ഫ്യൂച്ചറിലേക്കാണ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന ആ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളെ എപ്പോഴും ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുമുള്ള എനർജി വാമ്പയേഴ്സ് നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അത് തൊട്ടടുത്ത് നിൽക്കുന്ന ബന്ധത്തിലുള്ള രീതിയിലാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ കൂടപ്പിറപ്പ് അല്ലെങ്കിൽ അമ്മാവന്മാർ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ ഹയർ ഓഫീസേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അടുത്തടുത്ത പ്രൊമോഷൻ കിട്ടാനുള്ള വാട്ടർ മേ ബി ദ സിറ്റുവേഷൻ ഞാനത് കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞുകൂടാ. എന്തായാലും
ശരി തന്നെ, നമ്മളാരെയും കുറ്റം പറയുകയല്ല. പക്ഷെ അവർ നിങ്ങളെ അങ്ങോട്ടങ്ങോട്ട് വലിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഡബിൾ എനർജിക്ക്, നിങ്ങളുടെ ആ ഒരു വെളിച്ചത്തിന് അങ്ങനെ വലിയ തീപ്പന്തം പോലെ കത്തുന്നതിന് പകരം അത് ഊതി ഊതി കെടുത്തണം എന്നുള്ള രീതിയിൽ ഒരുപാട് എനർജി വാമ്പയേഴ്സ് പല രീതിയിൽ നമ്മളുടെ ചുറ്റിനും ഉണ്ടായതുകൊണ്ട് നമ്മളെപ്പോഴും യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നിൽ വരുന്ന കാര്യത്തിൽ വളരെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ, അതിനെല്ലാ ശക്തിയും പ്രാപ്തിയും എപ്പോഴും എനിക്ക് തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള എനർജി വാമ്പേഴ്സ് ഒന്നും എന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ എന്നെ ശരിയായ ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കാനുള്ള എല്ലാ ശക്തിയും പ്രാപ്തിയും എപ്പോഴും തരുന്നതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു കൊള്ളുക. ഈശ്വരീയ ചൈതന്യം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി ഒരു ഗൈഡൻസ് കാർഡും കൂടെ ഇതിനകത്ത് ഞാൻ എടുക്കാം. ഗൈഡൻസ് കാർഡ് 2 വന്നിട്ട് ഇതിൽ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഓഫ് സോർട്സും അതുപോലെ 2 ഓഫ് സോർട്സുമാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ മാത്രം കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നിങ്ങളെ മാനസികമായിട്ട് ബാധിക്കുന്നുണ്ട്. ഞാനത് ശരിയല്ലേ ചെയ്യുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നതൊന്നും ശരിയല്ലേ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പെരുമാറിയത് ശരികേടാണോ, നന്ദികേടാണോ, അല്ലെങ്കിൽ ബഹുമാനക്കുറവാണോ, അല്ലെങ്കിൽ വളർത്തിവിട്ട ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അവരെ നോക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ ഹാർഷായിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ ഞാൻ അത്തരത്തിലൊക്കെ ആണോ മനഃപൂർവ്വം പെരുമാറുന്നതെന്നുള്ള രീതിയിൽ നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യനബിൾ ആവുകയും ചിലപ്പോഴൊക്കെ ഒന്ന് നെഗറ്റീവ് ആകാനുള്ള സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നിവിടെ ഗൈഡൻസ് പറയുന്നു. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഒരു കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ ശക്തിയിൽ, നിങ്ങളുടെ പോസിറ്റിവിറ്റിയിൽ, നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിലെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എന്നെക്കൊണ്ട് എല്ലാം കഴിയും. അപ്പം ആ ഒരു രീതിയിലുള്ള വളർച്ചയെ താഴേക്ക് പിടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തോളം എനർജി വാമ്പേഴ്സ് നമ്മുടെ ചുറ്റിനും നിൽക്കുന്നത്. ശരിക്കും ഞാൻ ആ ഒരു രീതിയിൽ സ്നേഹവും സമയവും കെയറിങ്ങും എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. പക്ഷേ അവർക്കത് പോരാ എന്നുള്ള രീതിയിലാണ് അവർ പിന്നെയും നമ്മളിങ്ങനെ ആ ഒരു ഡബിൾ എനർജിയിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ നെഗറ്റിവിറ്റി ഇങ്ങനെ കോരിയിട്ട് വളരെ നമ്മളോട് തന്നെ ക്വസ്റ്റ്യനബിളായി നമ്മൾ ജഡ്ജ്മെൻറ്റലാകാതെ നമ്മൾ എല്ലാത്തിനോടും വളരെ ക്ലോസ്ഡ് ഓഫായി നിന്നുകൊണ്ട് നമ്മളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആവുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് സെൽഫ് ഫോക്കസ് ആ ഒരു രീതിയിലൊക്കെ നിന്നുകൊണ്ട് പ്രപഞ്ചശക്തിയോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇന്നർ തോട്ട്സ് എന്തൊക്കെ നമ്മളോട് പറയുന്നോ ആ ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. മറ്റുള്ളവർക്ക് ദോഷമൊന്നും വരുത്തേണ്ട, നമ്മളുടെ കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് പോവുക എന്നുള്ളൊരു ഗൈഡൻസ് കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈശ്വരീയ ചൈതന്യം അല്ലെങ്കിൽ ഈശ്വരാധീനം എപ്പോഴും ഈ ഒരു പൈലിൻ്റെ കൂടെയുണ്ട്. ബിക്കോസ് ഈ ഒരു പൈല് സെലക്ട് ചെയ്തവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. ആ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങളെ തന്നെ തീക്കനൽ കോരിയിട്ട് ആ ഒരു രീതിയിലിരുന്ന് സ്വയം പുകയാതെ ഇതിനെല്ലാം ചുറ്റിനുള്ള കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം വളരെ ക്ലോസ്ഡ് ഓഫ് ആയിക്കൊണ്ട് നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് പൈൽ 1 റീഡിങ് സെലക്ട് ചെയ്തവരുടെ, പൈൽ 1 ഈ ബ്ലാക്ക് തെർമോളിൻ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആയിരുന്നു. ഇനി നമ്മൾ പൈൽ 2വിൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഷഫിൾ ചെയ്തോട്ടെ. പൈൽ 1ൻ്റെ എനർജി ഏത് കണ്ട
ഇനി നമ്മൾ 5 സെലക്ട് ചെയ്തവരുടെ, അതായത് ഈ ബ്ലൂ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ലാപ്പിസ് ലസൂലി ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഗോസിപ്സ് പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുന്ന ആളുകൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഗോസിപ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് ഏത് രീതിയിലാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ബ്ലൂ ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്ത ആളുകളുടെ റീഡിംഗ് ആണ്. അപ്പോൾ ലാപ്പിസ് ലസൂലി ബ്രേസ്ലെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ആ ഒരു എനർജിയും കൂടി ഇതിൽ കയറി വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്, അവർ ഭയങ്കര അറിവുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അറിയാവുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവൊക്കെ അവരിങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതി ആയതുകൊണ്ട്, അതാണ് ഇവിടെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കർമ്മ മേഖലകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പല ആളുകളെയും കാണുമ്പോൾ അവർ എത്ര ദുർഘടമായിട്ടുള്ള വേദന തോന്നുന്ന കാര്യങ്ങൾ നമ്മളോട് ചെയ്താലും അവർ തിരിച്ച് വളരെ സ്നേഹമായിട്ട് ഒരു എംപാത്തിൻ്റെയൊക്കെ രീതിയിൽ ആ ഒരു എന്നോട് ഇത്രയും ദ്രോഹം ചെയ്തു എന്നാൽ തിരിച്ച് ഞാനും ആ ഒരു രീതിയിൽ എന്നുള്ളൊരു ഈഗോ മൈൻഡ് സെറ്റിലല്ലാതെ അവരത് ചെയ്തെങ്കിൽ അവർക്ക് നേരത്തെ ഉള്ള അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മളൊരു തെറ്റ് നമ്മൾ പിന്നെയും ആവർത്തിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയത് വെച്ചിട്ട് എനിക്ക് ഈ ഒരു വേദന ഇങ്ങോട്ട് തരുമ്പോൾ ആ വേദന തന്നെ തിരിച്ചു കൊടുക്കാനേ അറിയത്തുള്ളൂ. അല്ലാതെ സ്നേഹം എന്താണ്, സന്തോഷം എന്താണെന്ന് അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നത് അതുപോലെ നമ്മൾ തിരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 5 സെലക്ട് ചെയ്ത ആളുകളുടെ മുന്നിൽ ആരെത്ര ദ്രോഹം ചെയ്താലും എത്ര വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവന്നാലും മറ്റുള്ളൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ വേദനയെ നമ്മളങ്ങ് സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്ത് കാണിക്കാതെ അവർ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല നമ്മൾ ജീവിതത്തിനെ നോക്കിക്കാണേണ്ട എന്നുള്ള രീതിയിൽ വളരെ സ്നേഹനിധിയായിട്ടുള്ള അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുകയും ജീവിതത്തിനെ നല്ല രീതിയിൽ നോക്കിക്കാണണം എന്നുള്ള രീതിയിൽ വളരെ വാത്സല്യത്തോടു കൂടി ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ അതുപോലെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നതാണ് നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. പിന്നെ ഒരു
അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എന്തൊരു സമസ്യ മറ്റുള്ളവരുടെ മുന്നിൽ വന്നാലും ആ ഒരു വ്യക്തിയോട് ചെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിനൊരു ഒപ്പീനിയൻ തരും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്റ്റക്കല്ല, അങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ അതിന് പ്രതിവിധി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്നുള്ള രീതിയിൽ പല ആളുകളും ഈ പൈൽ 2 സെലക്ട് ചെയ്ത ആളുകളെ കുറിച്ച് പറയുന്നു. എന്നാൽ വളരെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ഡബിൾ എനർജി പോലത്തെ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പൈൽ 2 സെലക്ട് ചെയ്ത ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു വട്ടം 2 വട്ടമൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഒരു എനർജിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതൊരു ടവർ പോലെയാണ്. ഞാനിങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചു വെച്ചിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ജീവിച്ചതും കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും ചുറ്റിലുള്ള ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു വ്യക്തി നിൽക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല ആളുകൾക്കും അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ ഒരു ഷേക്കിംഗ് എഫക്റ്റാണ്. ഇങ്ങനെയുണ്ടോ ആളുകൾ? ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അവർക്കൊരിക്കലും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഡബിൾ എനർജിയിൽ നിൽക്കുന്ന പല ആളുകൾക്കും നിങ്ങളൊരു ഷോക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഷേക്കിംഗ് ആയിട്ടുള്ള അവരുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഈഗോ മൈൻഡ് സെറ്റിനെയൊക്കെ പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾക്കെന്ന് അവർ വിലയിരുത്തുന്നു. പിന്നെ നിങ്ങൾക്ക് പൈൽ 2 സെലക്ട് ചെയ്ത ആളുകൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ്, ഒരുപാട് അറിവുകൾ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ കാര്യമായാലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ നോളജബിളായിട്ട് നിങ്ങളെല്ലാം എനിക്ക് മാത്രം പ്രാപ്തമാക്കി കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ മാത്രം അത് മനസ്സിലാക്കി വെച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ നമ്മളുടെ മുന്നിൽ വരുന്ന ആളുകൾക്കെല്ലാം തുറന്ന മനസ്സോടുകൂടി പറഞ്ഞു കൊടുക്കാനും ആ ഒരു രീതിയിൽ മറ്റുള്ളവരും വളരട്ടെ, അല്ലെങ്കിൽ അവർ തെറ്റായ രീതിയിൽ ചിന്തിച്ചു വെച്ചെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഉയരട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്മയറേഴ്സാണ് ഈ ഒരു പൈൽ സെലക്ട് ചെയ്തവർക്കുള്ളത്. അപ്പോൾ ഈ പൈലിൻ്റെ എനർജിയും എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നു. കാരണം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞ് മരണപ്പെട്ടു പോകുമ്പോഴും ഇത് നമ്മളിൽ മാത്രം ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ പോരാ. ഒരു തിരുനാളം, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ അതിൽ നിന്ന് 1 5 10 50 50 മെഴുകുതിരികൾ വെളിച്ചമായി കത്തി നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രകാശപൂരിതമായിട്ട് അവിടെ ആ ഒരു സ്ഥലം അങ്ങ് മാറും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ട് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നു. പിന്നെ നിങ്ങൾ പല കാര്യത്തിലും ക്ലിയർ കട്ടായിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് ഒരു പീപ്പിൾ പ്ലീസറായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണാതെ, എൻ്റെ കൂടെയുള്ള ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് 5 വർഷം കൊണ്ട് എനിക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെന്താ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ, അവർക്ക് ബാധിക്കുന്ന കാര്യമാണെങ്കിലും എനിക്ക് ബാധിക്കുന്ന കാര്യമാണെങ്കിലും എനിക്കവിടെ തോന്നിയ ഡിസിഷൻ, അല്ലെങ്കിൽ എനിക്കവിടെ തോന്നിയ കാര്യം വളരെ ക്ലിയർ കട്ടായിട്ട് പറയാനുള്ള നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതെൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടല്ലേ, 5 കൊല്ലം കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ, ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത ഇവിടെ ഇല്ല. എന്താണ് ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ട് ശരി എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടായാലും അതൊന്നും ഒരു കാര്യമില്ല. ഞാനങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ടാണ് എനിക്ക് ശത്രുക്കളെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. എല്ലാവരും എൻ്റെ കൂടെ വേണം, അപ്പോൾ എല്ലാവരുടെയും ചിന്താഗതി എനിക്കുമായിട്ട് സൂട്ട് ചെയ്യണം എന്നുള്ളൊരു നിലപാടിൽ നിൽക്കാതെ, അല്ലെ ഏതോ സിനിമയിൽ പറഞ്ഞാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഭായി എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ചിന്തിച്ചു, ഇങ്ങനൊരു സമസ്യ നിങ്ങൾ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന് എന്താണ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എൻ്റെ ഹൈ ഇൻറ്റ്യൂഷൻ ലെവലിൽ അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിനോട് ചോദിച്ച് എനിക്ക് കിട്ടിയ ഗൈഡൻസ് ഇങ്ങനെയാണ്. പക്ഷേ അത് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി മറ്റുള്ളവരിലേക്ക് ഡ്രെയിൻ ചെയ്ത് കളയാതെ ഏതൊരു സിറ്റുവേഷനിൽ പോയാലും ചുറ്റിന് നിൽക്കുന്ന ആളുകൾ നിങ്ങളെ ഒരു എനർജി വാമ്പയർ പോലെ ഹർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ സ്കൂട്ടായിട്ട് അങ്ങ് പെട്ടെന്ന് അവിടെ നിന്ന് പോകാനൊക്കെയുള്ള ഒരു ടാക്ടിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള കാര്യവും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നു.
പിന്നെ പലതരത്തിലുള്ള അഡ്വഞ്ചറസ് സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾ വളരെ പവർഫുള്ളാണ്, വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നോളജ് അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് കൊണ്ട് ഇതൊന്നും എത്ര അഡ്വഞ്ചറസ് സിറ്റുവേഷൻ വന്നാലും അതിലൊന്നും നിങ്ങളെ അങ്ങനെ തളച്ചിടാനോ തളർത്തിക്കളയാനോ ഒന്നും കഴിയാത്ത രീതിയിൽ നമ്മൾ വളരെ പവർഫുള്ളാണ്, വളരെ പോസിറ്റീവാണ്. അപ്പോൾ ആ ഒരു ജൈത്രയാത്ര അല്ലെങ്കിൽ ആ ജീവിതമാകുന്ന രഥം അങ്ങനെ അങ്ങ് മുന്നോട്ട് പൊക്കോളും. ആരും ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ നടക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെക്കുറിച്ച് ഗോസിപ്സ് പറയുന്നു. പിന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ അബണ്ടൻ്റാണ് എല്ലാ രീതിയിലും, അറിവ് കൊണ്ട്, പണം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്, അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആണെങ്കിലും നിങ്ങളുടെ ഹൃദയം വളരെ തുറന്നതാണ്, ഹാർട്ട് സ്പേസ് വളരെ ഓപ്പണാണ്. അപ്പം നമുക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ലൈഫിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് അത്രയും അങ്ങ് അടുത്ത് നിന്നുകൊണ്ട് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആയതുകൊണ്ട് ആ ഒരു പ്രപഞ്ചശക്തിയുടെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും അതിനെ രണ്ട് കരങ്ങൾ നീട്ടി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്നു വെച്ച് റിസീവ് ചെയ്തുകൊണ്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണെന്ന് മറ്റുള്ളവർ പറയുന്നു. അപ്പോൾ എത്ര ഒരാൾ ഓടി അലച്ച് നമ്മളെ ടെൻസ്ഡാക്കി അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഡൗൺ ആക്കി എന്ത് കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും ആ ഒരു ക്രിയേറ്റ് ചെയ്ത പ്ലാൻസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാലും യു ആർ വെരി ഗ്രൗണ്ടഡ്, വെരി പീസ്ഫുൾ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിന്നുകൊണ്ടേ കാര്യങ്ങളെ നോക്കി കാണുള്ളൂ എന്നുള്ള രീതിയിലും ഇവിടെ ആ ഒരു എനർജി അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ ഒരു എംപ്രസ് അല്ലെങ്കിൽ ഒരു മഹാറാണി അല്ലെങ്കിൽ മഹാരാജാവിനെ പോലെ സ്നേഹമുണ്ട്, കരുണയുണ്ട്, ആ ഒരു രീതിയിൽ കെയറിങ് ഉണ്ട്. എന്നാൽ ഞാൻ എൻ്റെ കാര്യത്തിലും വളരെയധികം ഫോക്കസ്ഡ് ആണ്. എൻ്റെ എനർജി മറ്റുള്ളവർ ഡ്രെയിൻ ചെയ്ത് കളയുന്ന കാര്യത്തിലൊന്നും ഞാനങ്ങനെ നിന്ന് കൊടുക്കത്തില്ല. അപ്പോൾ അവിടെ എന്താണ് എനിക്ക് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്നെല്ലാം നീങ്ങിപ്പോകാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും അറിയാം. വളരെ പവർഫുള്ളാണ്. എൻ്റെ ആ ഒരു ടെറിട്ടറി മറ്റുള്ളവർ കയറി കളിക്കാതെ ആ ഒരു രീതിയിലെല്ലാം എനിക്ക് എന്നെ തന്നെ വളരെയധികം സംരക്ഷിച്ച് നിർത്താൻ അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു എനർജി ആ ഒരു വലയം വളരെ സംരക്ഷിച്ച് നിന്നുകൊണ്ടെല്ലാം നേടിയെടുക്കേണ്ടതെന്നും നമ്മളുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു ഡബിൾ എനർജി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അങ്ങ് തള്ളിക്കളയേണ്ടതെന്നും ഒക്കെ നല്ല രീതിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് എല്ലാ രീതിയിലും ഒരു സ്റ്റാർ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു യങ്സ്റ്റർ അല്ലെങ്കിൽ യൂത്ത്ഫുള്ളായിട്ട് നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് എന്നാൽ ഈശ്വരീയ ചൈതന്യത്തിനെ വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അപ്പോൾ മറ്റുള്ളവരോട് സ്നേഹം സഹാനുഭൂതി എല്ലാം കാണിച്ചുകൊണ്ടും എല്ലാം വളരെ ബാലൻസ് ചെയ്ത് സ്നേഹമാണെന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഒഴുക്കി നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയാതെ എല്ലാ രീതിയിലും ഒരു യൂത്ത്ഫുൾ രീതിയിൽ നിന്നുകൊണ്ട് ഇനി എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പ്രൗഢപരമായിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്താനുള്ള എന്തെല്ലാം രീതിയിൽ കാര്യങ്ങൾ വന്നാലും നിങ്ങളെ അതിൽ നിന്നും വീഴ്ത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലും ഒരു ഗോസിപ്പ് കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾക്ക് ആ ഒരു എനർജി അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ എല്ലാ കാർഡും കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നത് ഒരു വേൾഡ് കാർഡും കൂടിയാണ്. കാരണം വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് നമ്മുടെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാം ഓരോ പാഠങ്ങളും കൂടെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നല്ല, നമ്മൾ മുന്നോട്ട് ജീവിതത്തിനെ നല്ല പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുള്ള രീതിയിൽ അറിയാവുന്നതുകൊണ്ട് എത്ര ട്രിക്കി സിറ്റുവേഷൻ വന്നാലും അത് ഈ പൈൽ 2 സെലക്ട് ചെയ്ത ആളുകളുടെ മുന്നിൽ അതൊന്നും വില പോവില്ല.
എന്നാൽ അവർ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം, എനിക്കിങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട് എന്നൊന്നുമല്ല. നിങ്ങൾ വളരെ സ്നേഹത്തോടെ സഹാനുഭൂതിയോടുകൂടി കാര്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. നിങ്ങളുടെ മുന്നിലൊരു വ്യക്തി വരുമ്പോൾ മാത്രം നമ്മളൊരു പ്രഭാഷകനെ പോലെയൊക്കെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയല്ല. നിങ്ങളുടെ മുന്നിലൊരു വ്യക്തി വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലൊരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകളോട് മാത്രം ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനോട് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ചുറ്റിന് നിൽക്കുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് കാണുന്നതും അവർക്ക് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ആ ഒരു ഗോസിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോസിപ്പ് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പൈൽ 2 സെലക്ട് ചെയ്തവർക്ക് ഉള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ വളരെ നോളജബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിൽ അത് ഡീപ്പായിട്ടുള്ള ഇന്നർ നോയിങ്സ് ഉണ്ടായതുകൊണ്ട് നമ്മളെപ്പോഴും വളരെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മളുടെ മുന്നിൽ ആര് വന്നാലും അവരെല്ലാം എനിക്ക് സഹായിക്കണം. അപ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട്. നല്ലവരുണ്ട്, അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്നിങ്ങനെ എല്ലാം നേടിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും മറ്റുള്ളവരോട് ഒരു നന്ദിയില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ തമോ ഗുണത്തിൽ എനിക്ക് എക്സ് ആണോ വൈ ആണോ എന്നറിയാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കാരണം ഭൂമിയുടെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുസരിച്ച് പുതിയ പുതിയ ആ ഒരു ജന്മങ്ങൾ, റീഇൻകാർണേഷനൊക്കെ വേണമെങ്കിൽ അതൊക്കെ നടക്കണം. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ഉള്ള ആ ഒരു രീതിയിലൊക്കെ നിലകൊള്ളുന്ന ആളുകളാണ് ഈ പൈൽ 2 സെലക്ട് ചെയ്ത ആളുകളെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ചുറ്റിന് വരുന്ന ആളുകളോട് നിങ്ങൾ എല്ലാം തുറന്ന രീതിയിൽ, തുറന്ന സമീപനത്തോടെ ഏത് ദുഷ്ടനെയും ഏത് ശിഷ്ടനെയും എൻ്റെ രീതി കൊണ്ട് ഇരയാക്കാമെന്നുള്ള രീതി ചിന്താഗതി നിർത്തിയിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മളുടെ എനർജിയെ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ എനർജി ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു രീതിയിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഈഗോ ഡെത്ത് ഒക്കെ വന്ന ആളുകളാണെങ്കിലും നമ്മൾ ട്രിഗർ ചെയ്യുന്ന രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ ആളുകളിൽ നിന്നെല്ലാം നിങ്ങൾ ദൂരെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം എന്ന് ഇവിടെ പറയുന്നു. കാരണം സ്പിരിച്വാലിറ്റി ആ ഒരു രീതിയിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാതെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ. കാരണം എനർജി ഡ്രെയിനിങ് ആയാൽ 1, 2, 3 ദിവസം അതിൽ കൂടുതലൊക്കെ എടുക്കും നമ്മൾ പിന്നെ ഒന്ന് സ്റ്റേബിളായി വരാൻ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതിൽ നിന്നും വളരെ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ശരിയല്ലാത്ത നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തി എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ മാറ്റി നിർത്തുക. ഏത് രീതിയിലായാലും മാറ്റി നിർത്തുക. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ എന്ത് കാര്യം വന്നാലും അതൊന്നും നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് അത്രയും അലൈൻഡ് ആണ്. അപ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു പൂവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഏഞ്ചൽ നമ്പർ പ്ലേറ്റിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് കിട്ടുമ്പോൾ ഒരു ന്യൂമറോളജി നമ്പർ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇന്നർ നോയിങ്സ് എന്തെല്ലാം കിട്ടുന്നുണ്ടോ അത് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ സോൾ മിഷൻ അതിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടങ്ങ് പോയേക്കുക. നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും ഏത് രീതിയിൽ നിങ്ങളെ നോക്കിക്കണ്ടാലും ഇനി അവരെന്തെങ്കിലും ഒരു സിനേറിയോ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്താലും
അതിലൊന്നും നിങ്ങൾ വീണ് പോകില്ല. ബിക്കോസ് യു ആർ ദ നൈറ്റ് എന്ന് വെച്ചാൽ ഒരു യൂത്ത്ഫുൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടങ്ങ് പോവുക. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മറ്റ് പലരോടും നമുക്ക് വൈകാരികമായിട്ട് ബന്ധങ്ങളാണെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ വളരെ കാർമ്മികമായിട്ടുള്ള ഒരാളാണെങ്കിലും ഞാൻ എത്ര നമ്മളുടെ സമയവും നമ്മളുടെ ആ ഒരു സമ്പത്തും അല്ലെങ്കിൽ സ്നേഹവും കെയറിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ നിലപാട് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ ആ ഒരു കാർമ്മിക്കാണെങ്കിൽ അവർ ആ ഒരു രീതിയിൽ നിൽക്കില്ല, നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. കാരണം സോൾ ലെവലിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ കാർമ്മിക്കിന് ഒരിക്കലും പറ്റില്ല. അത് എപ്പോഴും ഒരു സഫക്കേഷൻ അല്ലെങ്കിൽ ഒരു ടെംപ്ടേഷനാണ്. അപ്പം നമ്മൾ എന്താണ് വേണ്ടത്? നമ്മൾ ആ ഒരു പ്രപഞ്ച ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ തരത്തിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ വേദനകൾ എല്ലാം നമ്മൾ സപ്രസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ വെക്കാതെ അത് റിലീസ് ചെയ്ത് നമ്മൾ സമയാസമയം നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ഈശ്വരീയ ചൈതന്യത്തിലേക്ക് നമ്മൾ അതങ്ങ് കൊടുക്കുക, അങ്ങ് റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന മനുഷ്യരല്ല, ആ ഒരു ഈശ്വരീയ ചൈതന്യം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട്. ആ ഒരു നമ്മളൊരു ആക്ഷൻ എടുക്കാൻ ചെറിയ ഒരു സ്റ്റെപ്പ് ഇടുമ്പോൾ കോടാനുകോടി കരങ്ങളാണ് നമ്മളെ കൊണ്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അന്നേരം വലിയ മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ട് ആ ഒരു ഈശ്വരീയ ചൈതന്യം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് നമ്മളിൽ തന്നെ ക്വസ്റ്റ്യനബിൾ ആകാതെ എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയല്ലേ എന്നിട്ട് എന്നെ മനസ്സിലാക്കാത്തെന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഓവർ ജഡ്ജ്മെൻറ്റിലാകാതെ നമ്മളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ നമ്മൾ വളരെ സ്റ്റേബിളായി ആ ഒരു എനർജിയെല്ലാം നമ്മൾ ഈശ്വരീയ ചൈതന്യത്തിനോട് പറഞ്ഞ് ഹീൽ ചെയ്തതെല്ലാം റിലീസ് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ജീവിതത്തിനെ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡ് ലൈക്ക് ക്യാരക്ടർ ആയിരിക്കണം. ഇനി എന്താണ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാനാണെങ്കിലും നമ്മളുടെ ആ ഒരു പീപ്പിൾ പ്ലീസർ എന്നുള്ള രീതിയൊക്കെ മാറിയിട്ട് എനിക്ക് എന്തെല്ലാം ഈ ലൈഫ് ടൈമിൽ ചെയ്യാമോ, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാമോ, അത് മറ്റുള്ളവർ ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തുകൂടാ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അത് മറ്റുള്ളവരുള്ള ബഹുമാനക്കുറവല്ലേ, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഇന്നർ നോയിങ്സ് അല്ലെങ്കിൽ നോളജ് ബേസ്ഡുള്ള കാര്യങ്ങൾ അത് നമുക്ക് പ്രദാനം ചെയ്തു തരുന്നത് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണെങ്കിൽ ഈശ്വരീയ ചിന്താഗതിയാണ്, ചൈതന്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങ് മുന്നോട്ട് സഞ്ചരിച്ച് അങ്ങ് പോവുക എന്നുള്ള രീതിയിലുള്ള ഗൈഡൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5-2 സെലക്ട് ചെയ്തവർക്ക്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റിന് നിൽക്കുന്ന ആളുകൾ ആരായാലും ശരി അവരോട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. എവിടെയോ ഒരു പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല എൻ്റെ അനുഭവത്തിലും കൂടെ പറയുന്ന കാര്യമാണ്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ്, ബീയിങ് ഇൻ സോളിറ്റ്യൂഡിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു ഈശ്വരീയ ചൈതന്യം എന്താണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ശക്തി എല്ലാം പ്രാപ്തമാക്കി തരുന്നതെന്നൊക്കെയുള്ള ചിന്താഗതി നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റ് പലതിൽ നിന്നും നമ്മൾ മാറി നിന്നുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു പോവുക. ഇനി ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെ റീഡിംഗ് എന്ന് പറയുന്നത് ഗോസിപ്പാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു അവരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ദ റിയൽ യു. അപ്പോൾ ഇവിടെ 2 പൈൽ സെലക്ട് ചെയ്തവരുടെയും ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്, വളരെ പവർഫുള്ളാണ്. അത് 2 രീതിയിൽ. അപ്പോൾ ആ 2 പൈലിൻ്റെയും എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ഉള്ള ആ ഒരു രീതിയിൽ റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ പിന്നെ ഓരോ വ്യക്തികൾ വരുമ്പോൾ ഈ റീഡിങ്ങുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നമ്മളെ തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ എൻ്റെ ഈ റീഡിങ് കണ്ട് മനസ്സിലാക്കിയതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമയം അത്രയും എനിക്ക് വേണ്ടി ചിലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്.